നമസ്കാരം. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ട് എങ്കിൽ പലവിധ ലക്ഷണങ്ങൾ ആ വീടുകളിൽ പ്രകടമാകുന്നതാണ്. അത് നിരവധിയാർന്ന ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതായ ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തേതായ ലക്ഷണം, ആ വീട്ടിലെ അംഗങ്ങളിലെ വളരെയധികം മാറ്റങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. ആ വീട്ടിലെ അംഗങ്ങൾ പ്രധാനമായും അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ ആരംഭിക്കും. അതും പ്രത്യേകിച്ചും ആരോ വിളിച്ചുണർത്തുന്നതായ ഒരു അനുഭവം അവർക്ക് ഉണ്ടായി എന്ന് വരാം. അതൊരു പക്ഷേ ഭഗവാനുമായി ബന്ധപ്പെട്ടാകാം, ഭഗവാനെ സ്വപ്നം കണ്ടുകൊണ്ട് ഉണരുന്നതാകാം, അല്ലെങ്കിൽ ഓടക്കുഴലിന്റെ നാദമാകാം, അല്ലെങ്കിൽ ശംഖിന്റെ നാദമാകാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതൊരു ശുഭലക്ഷണമാണ് എന്ന് പറയാം. ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ ആ വീട്ടിലെ അംഗങ്ങൾക്ക് പ്രത്യേകമായ ഒരു സൗന്ദര്യം ഉണ്ടായി എന്ന് വരാം. മറ്റുള്ളവർക്ക് പോലും ഇവരോട് പെട്ടെന്നൊരു അടുപ്പം തോന്നുന്നതാണ്. ഇവരുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്തകൾ ഒരിക്കലും ഉണ്ടാകുന്നതുമല്ല. പ്രത്യേകമായ സൗന്ദര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മറ്റുള്ളവർക്ക് പോലും ആശ്ചര്യം തോന്നാം. പെട്ടെന്നായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ്. കൂടാതെ മനസ്സിലാക്കേണ്ടതായ കാര്യം, വീട്ടിൽ എപ്പോഴും ഒരു സ്വർണപ്രഭ ഉണ്ടായിരിക്കും എന്നതും വാസ്തവമാണ്. ഒരു പ്രത്യേകമായ ഒരു വെളിച്ചം, ഒരു ദിവ്യമായ വെളിച്ചം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. വിളക്ക് തെളിയിക്കുമ്പോൾ ആ സ്വർണപ്രഭ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതുമാണ്. അതൊരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിത്യവും ചെറു കിളികളുടെ സാന്നിധ്യം ആ വീടുകളിൽ എപ്പോഴും ഉണ്ടായി എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക്, അതായത് ചെറു കിളികളുടെ സാന്നിധ്യം നിങ്ങൾ ഉണരുന്നതായ സമയത്തോ, അതായത് ചെറു കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുകയോ, ഉണർന്നതിന് ശേഷം ധാരാളമായി ചെറു കിളികളെ കാണുവാൻ സാധിക്കുന്നതും, രാവിലെയും സന്ധ്യാസമയത്തും ചെറു കിളികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അതും ഭഗവാന്റെ സാന്നിധ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അനുഗ്രഹത്തിന്റെ ഒരു സൂചനയാണ്. കൂടാതെ ആ വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം, പശുവിന്റെ സാന്നിധ്യമെല്ലാം ഉണ്ടായി എന്ന് വരാം. അപ്രതീക്ഷിതമായി പശു വീടുകളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതൊരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ആ വീടുകളിൽ അണ്ണാനെ കാണുന്നതും വീടുകളിലേക്ക് അണ്ണാൻ വരുന്നതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ പറമ്പിൽ നിന്നും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കുന്നിക്കുരു ലഭിക്കുക, മയിൽപ്പീലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ഒരു ശുഭലക്ഷണമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുക. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇപ്രകാരം ഈ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും ലഭിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, സാന്നിധ്യമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങൾക്ക് സിന്ദൂരം അല്ലെങ്കിൽ പൊട്ട് നെറ്റി നിറയെ പരക്കുന്നതായ സാഹചര്യം, സിന്ദൂരം അല്ലെങ്കിൽ പൊട്ട് നെറ്റി നിറയെ പരക്കും എന്നതും മറ്റൊരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചന്ദനം തൊടുന്നതായ അവസരത്തിലും അത് ഇത്തരത്തിൽ പരന്നു പോകുന്നതായ ഒരു അനുഭവം ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഈ വ്യക്തികൾക്ക് എപ്പോഴും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ധാരാളമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കില്ല ഇവർ, എന്നാൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുകയും അത് വയറ് നിറയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്പം കഴിച്ചാൽ പോലും വയറ് പെട്ടെന്ന് നിറയുക, വിശപ്പ് മാറുക, അത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. കൂടാതെ ആ വീടുകളിൽ വിശന്നാൽ എപ്പോഴാണ് എങ്കിലും ആഹാരം ലഭിക്കും എന്നതും
ഈശ്വരാധീനത്തിന്റെ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോഴോ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലാണ് എങ്കിലും കളഭത്തിന്റെ ഗന്ധം ധാരാളമായി അനുഭവപ്പെടുന്നത് ശുഭകരമായ സൂചനയാണ്. ചില സമയങ്ങളിൽ മുല്ലപ്പൂവിന്റെ വാസന ധാരാളമായി അനുഭവപ്പെട്ടു എന്ന് വരാം. അതും ഭഗവാൻ ആ വീടുകളിലുണ്ട്, ഭഗവാന്റെ സാന്നിധ്യമായി തന്നെ സൂചിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വീട് ഒരിക്കലും ഇരുട്ട് പിടിച്ച് കിടക്കില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ വീടുകളിൽ എപ്പോഴും ഒരു ദിവ്യമായ പ്രകാശം ഉണ്ടായി എന്ന് വരാം. അതും ഒരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ വീടുകളിലേക്ക് വന്ന് ചേരുമ്പോൾ എന്തെന്നില്ലാത്ത മനസമാധാനം ആ വീടുകളിൽ ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ വീട്ടിൽ എത്തുമ്പോൾ എന്തോ വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി എന്ന് വരാം. മനസ്സ് സന്തോഷകരമായി തീരുകയും വളരെയധികം സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനാൽ മനസ്സിലെ വിഷമങ്ങൾ പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യം. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ വീടുകളിലുള്ള ശ്രീകൃഷ്ണ ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്ന സൂചനയാണ്, ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ശുഭ ലക്ഷണം തന്നെയാണ്. കൂടാതെ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ സമർപ്പിക്കുന്നതായ പുഷ്പങ്ങൾ അത് തുളസിയാകാം അല്ലെങ്കിൽ മറ്റ് പുഷ്പങ്ങളാകാം. അത് ചില അവസരങ്ങളിൽ താഴെ വീഴുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതൊരു ശുഭ സൂചകമാണ്, ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ വീടുകളിൽ ധാരാളമായി മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വിരിഞ്ഞു എന്ന് വരാം. അതോടൊപ്പം ആ വീടുകളിൽ നിങ്ങൾക്ക് തുളസി ധാരാളമായി വളർന്നു വരുന്നതായി കാണുവാൻ സാധിക്കും. കാട് പിടിച്ചതുപോലെ വളർന്നു വരികയും വീടിന്റെ പല ഭാഗങ്ങളിലായി തുളസി കാണുവാൻ സാധിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ആ വീടുകളിലേക്ക് കുട്ടികൾ വരുമ്പോൾ മറ്റു വീടുകളെ അപേക്ഷിച്ച് ആ കുട്ടികൾ കൂടുതലായി കളിച്ചിരികൾ ഉണ്ടാവുകയും ആ കുട്ടികൾ പതിവിനും വിപരീതമായ ആഹാരം ധാരാളമായി കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ചും ആ വീടുകളിൽ അതിരാവിലെ വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ മഞ്ഞപ്പൂക്കൾ അല്ലെങ്കിൽ അത്തരത്തിൽ മഞ്ഞപ്പൂക്കൾ ധാരാളം ഇടർന്നു നിൽക്കുകയോ അല്ലെങ്കിൽ തുളസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം കണ്ണിന് കുളിർമ നൽകുന്നതായ ഒരു കാഴ്ചയായി അത് മാറുന്നതുമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാതെ സമാധാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കൂടാതെ ആ വീടുകളിലെ അംഗങ്ങൾ എപ്പോഴും പാചകം ചെയ്യുന്ന ആഹാരത്തിന് വളരെ രുചി ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, ആഹാരം കൃത്യമായി തന്നെ ഇവർക്ക് പാചകം ചെയ്യുവാൻ സാധിക്കും. ആഹാരം ഒരിക്കലും ബാക്കി വരില്ല എന്നതും വാസ്തവമാണ്. കൃത്യതയോടെ ആഹാരം പാചകം ചെയ്യുവാനും രുചികരമായി പാചകം ചെയ്യുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതൊരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ മനസ്സിലാക്കേണ്ടതായ കാര്യം, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തടസ്സങ്ങൾ കൂടാതെ ദർശനം നടത്തുവാൻ ഇവർക്ക് സാധിക്കും. ശ്രീകൃഷ്ണ വിഗ്രഹമോ ശ്രീകൃഷ്ണ ചിത്രമോ പല അവസരങ്ങളിലായി ഇവർക്ക് ലഭിച്ചു എന്ന് വരാം. ഇതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇവർ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാതെ കണ്ണുകൾ നിറയുക അല്ലെങ്കിൽ ശരീരത്തിൽ രോമാഞ്ചം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതും ശുഭകരമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തെ, സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പിക്കാം ഭഗവാൻ കൂടെ തന്നെയുണ്ട് എന്ന കാര്യം മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം.